സാർ ഇവിടെ നമ്മൾ ഇരിക്കുന്ന കേട്ട് നിങ്ങളുടെയൊക്കെ മറുപടി കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നിപ്പോകുന്നു മാവേലിയുടെ രാജസദസ്സാണോ ഇത് എന്നാണ് തോന്നുന്നത്. കാരണം ഒരാൾക്കും ഒരു പ്രശ്നമില്ല, എല്ലാവരും സംതൃപ്തരാണ്, എല്ലാവരും വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നു. അതാണ് സാർ ചിത്രം, അതാണ് സാർ കേരളത്തിന്റെ ചിത്രം. നിങ്ങൾ 2 സമ്മേളനം നടത്തി, ഒന്ന് എറണാകുളത്തും നടത്തി, ഒന്ന് കൊല്ലത്തും നടത്തി. ഈ 2 സമ്മേളനം കഴിഞ്ഞപ്പോൾ നിങ്ങൾ സ്വയം പറയുകയാണ് എല്ലാം ശരിയായി, ഇവിടെ ഒരു പ്രശ്നവുമില്ല. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ആശാസമരം ഇവിടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്റെ സുഹൃത്ത് ശ്രീ പി സി വിശ്വനാഥൻ സംസാരിക്കുന്നുണ്ട്. കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പ്രയാസങ്ങൾ. തൊട്ടടുത്ത ആലപ്പുഴ ജില്ലയിൽ പോയി കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ പ്രയാസത്തിലാണ്. കയർ മേഖലയിലെ സ്ഥിതി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സർ, കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു സമരത്തിന് പോയി. കർഷകർ ഇതുപോലെ, തൊട്ടടുത്ത് മന്ത്രി ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം പാലക്കാട്ടെ കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രമാത്രമാണ്. സാർ, കുട്ടനാട്ടിലെ കർഷകർ എല്ലാ മേഖലയിലും, മലയോര മേഖല മൊത്തം എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആന, പുലി, കടുവ, പന്നി, സർ, ജനങ്ങൾ ആശങ്കയിലാണ്, കൃഷി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മന്ത്രിമാർ ഡിമാൻഡിൽ പറയുന്നു ഇവിടെ യാതൊരു പ്രയാസവുമില്ല, എല്ലാം സുഭിക്ഷം, എല്ലാം ശരിയാണ്. എവിടെ നോക്കിയാൽ സർ നിങ്ങൾ പറഞ്ഞു കേരളത്തിലെ